പ്രതിസന്ധി അവസാനിക്കാതെ തൃണമൂൽ കോൺഗ്രസ് മമതയുടെ വസതിയിൽ ചേർന്ന നേതൃയോഗത്തിൽ നിന്നും ഭൂരിഭാഗം എംപിമാരും MLA-മാരും വിട്ടുനിന്നു. ബംഗാൾ നിയമസഭയിൽ ഋതബ്രത ബാനർജിയെ നേതാവായി തെരഞ്ഞെടുത്തത് പോലുള്ള നീക്കം പാർലമെന്റിലും ഉണ്ടാകുമെന്നാണ് മമതാ ബാനർജിയുടെ ആശങ്ക. മമതാ ബാനർജിയുടെ വസതിയിൽ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് യോഗത്തിനെത്തിയത് 8 നിയമസഭാംഗങ്ങളും 6 പാർലമെന്റ് അംഗങ്ങളും മാത്രമാണ്. ഈ യോഗം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗമാണെന്നും എല്ലാ MPമാരും MLA-മാരും ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. അതേസമയം MPമാരും MLA-മാരും അടക്കമുള്ള ജനപ്രതിനിധികളും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളടക്കമുള്ള ഉത്തരവാദിത്തമുള്ള നേതാക്കളും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. പോഷക സംഘടനകൾ അടക്കമുള്ള പാർട്ടി കമ്മിറ്റികൾ തൃണമൂൽ കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കാനാകാതെ നേതാക്കൾ ഇരുട്ടിൽ തപ്പുകയാണ്. നേതാക്കൾക്കെതിരായ കേസുകളും തൃണമൂലിലെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പോലീസ്, NIA, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികളാണ് വിവിധ കേസുകളിൽ അന്വേഷണം നടത്തുന്നത്. അതിനിടെ മുൻ MLA ഷൌക്കത്ത് മൊല്ലയെ സ്ഫോടന കേസിൽ NIA അറസ്റ്റ് ചെയ്തതും തൃണമൂലിന് തിരിച്ചടിയാണ്. ജനം, ഡൽഹി.